നീ എന്നതാ പാടിയെന്ന് ഞാൻ കേട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, രാത്രിയാൽ എന്റെ കണ്ണിന്റെ കാഴ്ചക്കേ കുഴപ്പമുള്ളൂ, ചെവി നന്നായിട്ട് കേൾക്കാം. അങ്ങനെ കേൾക്കുന്ന മാത്രം വിശ്വസിക്കണത് മോശമല്ല അച്ചോ. മോനെ വാസു സദാശിവ, നിന്റെ അപ്പ സദാശിവനാണെന്ന് അമ്മ പറഞ്ഞുള്ള കേട്ടറിവല്ലേ ഉള്ളൂ, എന്നിട്ടും നീ അത് വിശ്വസിച്ചില്ലയോ? നിന്റെ അപ്പ സദാശിവനാണെന്ന് അമ്മ പറഞ്ഞുള്ള കേട്ടറിവല്ലേ ഉള്ളൂ, എന്നിട്ടും നീ അത് വിശ്വസിച്ചു. അന്യായം, അധർമ്മം. ഇപ്പോഴിവിടെ നടക്കുന്നത് ന്യായവും ധർമ്മവും ഒക്കെ തന്നെയാണല്ലോ. ഇന്ദ്രനെതിരെ ഗൂഢാലോചന നടത്തുന്ന ഈ ദാസീപുത്രനെ വികാരം മൂത്താൽ ബൃഹസ്പതി വിവരദോഷിയാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഒരുമാതിരി തന്തയില്ലായ്മ പറയുന്നു. ഒരുമാതിരി തന്തയില്ലായ്മ പറയുന്നു. ഒരുമാതിരി തന്തയില്ലായ്മ പറയുന്നു. എനിക്ക് വല്ലാത്ത മിസ്സിങ് ആടാ. തൽക്കാലം ഇത് പിടിച്ചോ. ആരടാ നീ? അമ്മമ്മ വേണ്ട അമ്മ. അമ്മ എന്തിനേം കൊണ്ട് വിളിച്ചേ? എടാ നീ എന്തിനേം കൊണ്ട് വിളിച്ചേന്ന് മേലെ ഈ ഫോണിലേക്ക് വിളിച്ച അപ്പ അറിയാം എന്ന്. അച്ഛനിങ്ങ് വരട്ടേട്ടോ, കാണിച്ചേരാ. എടാ അമ്മ ഓടിച്ചെന്ന് തോന്നണേ. ആ തള്ളങ്ങനെ എന്റെ ഇടയ്ക്ക് കയറിയില്ല. എനിക്ക് വീഡിയോ ഉണ്ട്. അയ്യോ എന്ത് ചെയ്യും? നീ അടങ്ങിയേക്ക്. അവളെ തിരിച്ചു വിളിക്കും. ഞാനങ്ങ് വിളിക്കട്ടെ? നീ അവളെ വിളിക്കണ്ട, അവളെ തള്ളേനെ വിളിച്ച് തരുവറ. എടാ ഒന്നും മിണ്ടാണ്ടിരിക്കുക, മണ്ടത്തരം പറയണ്ടേ. നീ അവളെ വിളിക്കണ്ട, അവളെ തള്ളേനെ വിളിച്ച് തരുവറ. നീ അവളെ വിളിക്കണ്ട, അവളെ തള്ളേനെ വിളിച്ച് തരുവറ. ബോംബെയിൽ നിന്ന് വന്ന മിസ് മീര നായർ അല്ലേ? മീര നായർ. മീര നായർ? वो कौन? മലയാളത്തിൽ പറവങ്ങളെ മീരയല്ലേ? मलयालम? क्या मलयालम? आपको कुछ गलती हो गया है. मैं कोई मीरा नहीं हूँ. പിന്നെ നീ ആരാ? I can't follow your language. If you want to know something, go ask at the reception. Don't disturb me. I'm sorry. I mistook you for Miss Meera Nair. I'm sorry. അയ്യോ പാമ്പ്! അയ്യോ എവിടെ? മലയാളം. ഞാൻ മലയാളം. അപ്പോൾ മലയാളം കഴിഞ്ഞ ഇടിയകർത്താ പാപ്പച്ചൻ കോൺട്രാക്ടറുടെ മോനല്ലേ? അല്ല, സ്റ്റീഫന്റെ തന്തയാ പാപ്പച്ചൻ കോൺട്രാക്ടർ. മോനല്ലേ? അല്ല, സ്റ്റീഫന്റെ തന്തയാ പാപ്പച്ചൻ കോൺട്രാക്ടർ. ഉറപ്പുണ്ടോ? കണ്ടോ, അവൻ ഉറപ്പില്ല. മിണ്ടി പോകരുത്. സ്റ്റീഫന്റെ തന്തയാ പാപ്പച്ചൻ കോൺട്രാക്ടർ. ഉറപ്പുണ്ടോ? അവിടെ അണ്ണനെ വരുത്തിക്കാം, അല്ലെങ്കിൽ അച്ഛനെ. എന്നാലും ഒരു ഭയം പോലെ. അവളെങ്ങാനും നിങ്ങളുടെ പേര് പറഞ്ഞാലോ? പരമനാറി പട്ടി കഴിവേറടാ മോളെ. സുശീലൻ അവനെന്താ ഫോൺ എടുക്കാത്തേന്ന് എനിക്കറിയാം. ഞാൻ പണ്ട് ബോംബെയിലായിരുന്നപ്പോഴേ ഇതുപോലെ ആഹാ അങ്ങനെ വഴിക്കുമ്പോ ബോംബെയില് ഇത് കണ്ടോ? മോനെ, ഞാനാരാന്ന് മനസ്സിലായോ? സരസ്വതി എടുത്ത് നിന്നെ ഈ കയ്യിലോട്ടാ പെറ്റിട്ടത്. ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യ ചേച്ചത്? നല്ല ഓർമ്മയുണ്ട്. ആരെങ്കിലും ജനിച്ച ദിവസം മറക്കൂ? ഞാൻ ജനിച്ച സന്തോഷത്തില് ചേച്ചി അന്ന് ആ പൂക്കളുള്ള ഷിഫോൺ സാരി എടുത്തോണ്ട് ഓടിപ്പോയി കിണ്ണതപ്പം വാങ്ങിക്കൊണ്ട് വന്ന് ഹാപ്പി ബർത്ത്ഡേ പാടിയത് ദാ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട്. അതൊക്കെ ഒരു കാലം. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെ വല്ല ഓർമ്മയുണ്ടോ? അല്ലേ പോട്ടെ ചേച്ചി. You are the man. ദാശ ഉറങ്ങാനും സമ്മതിക്കത്തില്ലേ? പാപ്പി ഉറങ്ങിയായിരുന്നു? പന്ന പട്ടിപ്പാപ്പി ഇറങ്ങാ പുറത്ത്. പാപ്പി ഉറങ്ങിയായിരുന്നു? പന്ന പട്ടിപ്പാപ്പി ഇറങ്ങാ പുറത്ത്.
നമ്മളുടെ സ്കൂൾ കോമ്പൗണ്ടിൽ പ്രത്യേകിച്ചും ആൺകുട്ടികളുടെ മൂത്രപ്പുരയുടെ പരിസരത്തായി സിഗരറ്റ് കുറ്റികൾ ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അങ്ങനൊരു തെറ്റ് നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അഥവാ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ക്ലാസ് ടീച്ചറോട് ഇത്തരം പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദ സ്കൂൾ മാനേജ്മെന്റ് വിൽ മേക്ക് ഷുവർ ദാറ്റ് എവ്രിവൺ ബിഹൈൻഡ് ദ സെയിം വിൽ സഫർ. Everyone behind the same will suffer. Suffer. സർ സഫർ സഫർ സർ ഞാൻ മാത്രല്ല ബിനീഷ് ഉണ്ടായിരുന്നു എന്റെ കൂടെ. പിന്നെ എന്റെ പേര് വിളിച്ച നീ കേട്ടല്ലേ? നിന്റെ പേര് വിളിച്ചാ സഫർ. ഏറിയ തിരഞ്ഞെടുപ്പിൽ പൂത്തിരി ചിഹ്നത്തിൽ മത്സരിച്ച ശ്രീ നിരപ്പേൽ പാപ്പി എതിർ സ്ഥാനാർത്ഥി മിസ് ആനി വർഗീസിനോട് 16 വോട്ടുകൾക്ക് തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. മിസ്റ്റർ മത്തായി, ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു. നീ എങ്ങനെ കാണുന്നു? ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ നോക്കി കാണുന്നു? ഞാൻ ഇങ്ങനെ കാണുന്നു. നീ എങ്ങനെ കാണുന്നു? അതെ, ഇന്നൊരു സംഭവം ഉണ്ടായി. കിച്ചുവിന്റെ മുറിയിൽ അവന്റെ ജീവിത ലക്ഷ്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. സിനിമയുടെ കാര്യം മറ്റാണോ? ആ, ഒന്നത് തന്നെ. ഏതെങ്കിലും ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിക്കണം. എന്റെ അടുത്ത ജീവിത ലക്ഷ്യം വായിച്ചപ്പോ ശരിക്കും എന്റെ കണ്ണ് നിറഞ്ഞതാ. അച്ഛനെ പണിക്കൊന്നും വിടാതെ വീട്ടിലിരുത്തണോ? അതിപ്പോ തന്റെ കൈയും കാലും തല്ലിയൊടിച്ചിട്ടായാലും വീടിന്റെ ഇറങ്ങുന്ന മൂലക്ക് ഇരുത്തല്ല. അതിപ്പോ തന്റെ കൈയും കാലും തല്ലിയൊടിച്ചിട്ടായാലും വീടിന്റെ ഇറങ്ങുന്ന മൂലക്ക് ഇരുത്തല്ല. അന്യായം, അധർമ്മം. ഇപ്പോഴിവിടെ നടക്കുന്നത് ന്യായവും ധർമ്മവും ഒക്കെ തന്നെയാണല്ലോ. ഇന്ദ്രനെതിരെ ഗൂഢാലോചന നടത്തുന്ന ഈ ദാസീപുത്രനെ വികാരം മൂത്താൽ ബൃഹസ്പതി വിവരദോഷിയാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഒരുമാതിരി തന്തയില്ലായ്മ പറയും. ഒരുമാതിരി തന്തയില്ലായ്മ പറയും.